എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ ഒരു വീട്. ചുറ്റിലും നിറയെ വീടുകളൊക്കെ ഉണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. റോഡിലേക്കൊക്കെ എളുപ്പം എത്താം. എന്നാലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന ശാന്ത സുന്ദരമായ അന്തരീക്ഷത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന വീടിന് ഉള്ളത്. ലൊക്കേഷൻ എവിടെയാണെന്നല്ലേ? എറണാകുളം ജില്ലയിൽ കാക്കനാട് പള്ളിക്കര റൂട്ടില്, വീഗാലാൻഡ് പോകുന്ന റൂട്ട് എല്ലാവർക്കും അറിയാം. പള്ളിക്കര വീഗാലാൻഡ് റൂട്ടില് മനക്കക്കടവ് എന്നാണ് സ്ഥലത്തിന്റെ പേര് പറയുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിറയെ അപ്പാർട്ട്മെന്റ്സും വീടും ഒക്കെ ഉള്ള ഒരു ലൊക്കേഷനിലാണ് ഈ കാണുന്ന വീടും വരുന്നത്. ഇതിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത് ടാർ റോഡ് തന്നെയാണ്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. വീഗാലാൻഡിന്റെ വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് വെറും 3 കിലോമീറ്റർ ആണ് ഇടുന്ന ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് എത്തണമെങ്കിലും 7 കിലോമീറ്റർ ആണ്. ഇടപ്പള്ളി ഭാഗത്തേക്ക് 9.5 കിലോമീറ്റർ, ആലുവയിലേക്ക് 12, കളമശ്ശേരി കുസാറ്റിലേക്ക് 8.5 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 21 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. സിമ്പിൾ ആയ എലിവേഷൻ ആണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിൽ നല്ലൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരേ ഷേപ്പ് വരുന്ന വീടാണ്. ഫ്രണ്ടിലേക്ക് കുറച്ച് പ്രൊജക്ഷൻ ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടും സിമ്പിൾ ആയിട്ടുമാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലെ പോർഷൻ നോക്കുന്ന സമയത്ത് എ ഷേപ്പും റൈറ്റ് സൈഡിൽ ബോക്സി ഷേപ്പും ആണ് വീടിന് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറിലുള്ള പെയിന്റിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ വിശാലമായ വലിയൊരു മുറ്റമാണ്. കാർ പോർച്ച് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോറിൽ നോക്കിയാൽ സ്റ്റോൺസ് ആണ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. ഒരു കാർ പോർച്ചിലും ഈ ഒരു ഭാഗത്ത് രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാവുന്നതാണ്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വെൽ ഇവിടെയുണ്ട്, കിണറുണ്ട്. കിണറിന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. കിണറിനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന വഴിക്ക് സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ഫ്ലോറിൽ നോക്കുവാണെങ്കിലും മെറ്റൽ ചിപ്പാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡും സ്പേഷ്യസ് ആണ്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ചിപ്പ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. വീടിന് നല്ല നീളത്തിലുള്ള സിറ്റ് ഔട്ട് കിട്ടുന്നുണ്ട്. 4 ചെയറുകൾ വരെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ടൈലും ഗ്രാനൈറ്റും മിക്സ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ LED സ്ട്രിപ്പുകളും ചെറിയ ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോർ ഈ ഒരു ഭാഗത്ത് 2 പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ്, വടക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ നേരെ വരുന്നത് വളരെ വലിയ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ല രീതിയിൽ വിഡ്ത്തും ലെങ്ത്തും കൊടുത്തിട്ടാണ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. 13.5-11 ഫീറ്റ് ആണ് ലിവിംഗ് സ്പേസിന്റെ അളവ് വരുന്നത്. 2 ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. TV വെക്കാൻ അറേഞ്ച്മെന്റ് ഈ ഒരു ഭാഗത്ത് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിൽ മെയിൻ ബോർഡും താഴെ നോക്കുവാണെങ്കിൽ കബോർഡുകളായിട്ടുമാണ് തിരിച്ചിരിക്കുന്നത്. റൂഫ് നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടാണ്, പക്ഷെ ആവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ കൂടി വരുന്നുണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്പൺ ഷെൽഫും താഴെ ക്ലോസ്ഡ് കബോർഡും കിട്ടുന്നുണ്ട്. ഷോക്കേസ് ഐറ്റംസും ഫ്ലവേഴ്സ് ഒക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാം. എയർ ഹോൾ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിലേക്ക് നേരെ വരുന്ന സമയത്ത് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റെയർ കേസ് കാണാം. കംപ്ലീറ്റ് വുഡൻ ആയിട്ടാണ് സ്റ്റെപ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഹാൻഡ് റൈൽസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന് താഴെ നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. ആ ഭാഗത്തായിട്ട് 3 വിൻഡോസും വരുന്നുണ്ട്. ഡൈനിങ്ങിനായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഏരിയ തന്നെ ഇവിടെ യൂസ് ചെയ്യാൻ കിട്ടുന്നുണ്ട്. 13.5-10 ഫീറ്റ് ആണ് ഡൈനിങ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. റൂഫില് വളരെ സിമ്പിൾ ആയിട്ടും ഭംഗിയായിട്ടും LED സ്ട്രിപ്പുകളുടെ വർക്കുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വാഷ് ഏരിയ കിട്ടുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ജാഗ്വാറിന്റെ ആണ് വാഷ് ബേസിൻ വരുന്നത്. വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. താഴെയും കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നല്ലൊരു ഓപ്പൺ കിച്ചൺ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. മുകളിൽ ഷെൽഫ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് 3 ലാമ്പ് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. കിച്ചന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ്. ഇവിടെ വരുമ്പോൾ ഫ്ലോർ ടൈലുകൾ കുറച്ച് വുഡൻ ആയിട്ട് ഗ്രിപ്പോട് കൂടിയ ടൈലാണ് കിച്ചണിൽ ഇട്ടിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വൈറ്റ് കളർ ടൈലാണ്. ഭംഗിയുള്ള കളർ കോമ്പിനേഷനുകളിലാണ് കിച്ചൺ ബോർഡ് ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. മുകളിൽ നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചൺ വരുന്നത്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ ഡോർ തുറന്നിറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഫ്ലോർ കംപ്ലീറ്റ് ചെയ്തിട്ട് റൂഫും കവർ ചെയ്ത് നിങ്ങൾക്ക് ഒരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. 3 ബെഡ്റൂമുകളുള്ള ഈ ഒരു വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂം താഴെയാണ് വരുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 12.5-11 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ് വരുന്നത്. 2 ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫില് എയർ ഹോൾ ഫെസിലിറ്റിയും സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് വുഡൻ കളർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗത്തിൽ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. മിഡിൽ പോർഷനിലായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്.
ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് മാറ്റ് ഫിനിഷോട് കൂടി നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ ജാഗ്വാറും കെറോവിറ്റും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്ക് പെർഗോള മോഡലിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്ത് 3 വിൻഡോസും വരുന്നുണ്ട്. സ്റ്റെയർ കേസ് ഇവിടെ വരെ കംപ്ലീറ്റ് ഹാൻഡ് റൈൽസ് വരുന്നുണ്ട്. റൂഫിൽ നിങ്ങളൊന്ന് നോക്കിക്കോളൂ, എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഭംഗിയായിട്ടാണ് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യത്തിന് നല്ലൊരു ഏരിയ തന്നെ കിട്ടുന്നുണ്ട്. വിൻഡോസ് ഇവിടെ 3 എണ്ണം വരുന്നുണ്ട്. റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയുമാണ് കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നിങ്ങൾക്ക് യൂട്ടിലിറ്റി ഏരിയ കിട്ടുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടൊരു യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് ഇവിടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോട്ടലി രണ്ടാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. 13-11 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ് വരുന്നത്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചുറ്റിനും നിറയെ വിൻഡോസ് വരുന്നുണ്ട്. റൂഫിലൊക്കെ ആണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വലിയൊരു വാർഡ്രോബ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത്യാവശ്യത്തിന് നല്ലൊരു ബെഡ്റൂം സൈസ് 13-11 ഫീറ്റ് ആണ് കിട്ടുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ബെഡ്റൂം വരുന്നത്. നല്ല ഭംഗിയായിട്ട് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലുകൾ തന്നെയാണ് ഇതിനകത്തും യൂസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേക അറേഞ്ച്മെന്റിൽ ഭംഗിയായിട്ടാണ് വാഷ് ബേസിനെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണേണ്ടത്. ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്കുള്ള ഏരിയകളെല്ലാം നോക്കിക്കോളൂ, നല്ല സ്പേഷ്യസ് ആണ്. മൂന്നാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. 14-10 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് 2 വിൻഡോസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് വലിയൊരു വിൻഡോയും ഡോറും കിട്ടുന്നുണ്ട്. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ലൊരു ബാൽക്കണി കൂടി നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. വാർഡ്രോബുകളെല്ലാം കുറച്ച് അകത്തേക്ക് തള്ളിയിട്ട് ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയായ ഒരു അറേഞ്ച്മെന്റിലാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ ആവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലെല്ലാം തന്നെ കോമൺ കളറുള്ള ടൈലുകൾ മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. നമുക്കിനി ഇവിടുത്തെ ബാൽക്കണി ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. അത്യാവശ്യത്തിന് സ്പേസ് ഒക്കെ കൊടുത്ത് ഹാൻഡ് റൈൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള LED സ്ട്രിപ്പുകളും കൊടുത്തിട്ടുണ്ട്. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് പള്ളിക്കര വീഗാലാൻഡ് റൂട്ട് നിങ്ങൾക്ക് എല്ലാം അറിയാം. വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോകുന്ന റൂട്ടില് മനക്കക്കടവ് എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഇൻഫോ പാർക്ക്, ഇടപ്പള്ളി, കാക്കനാട്, സീപോർട്ട് റോഡ് എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. 4 സെന്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. 4 സെന്റ് ഓഫ് ലാൻഡിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ വെൽ വാട്ടർ സൗകര്യമുണ്ട്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീഗാലാൻഡ് വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് വെറും 3 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് വീട് വരുന്നത്. ഇൻഫോ പാർക്കാർക്കൊക്കെ വളരെ സൗകര്യമാണ്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 88 ലക്ഷം രൂപയാണ്. 88 ലാക്സ് എന്നുള്ളതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആണ്. ലോൺ ഫെസിലിറ്റിയിലും ഈ വീട് സ്വന്തമാക്കാം. സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. വീട് ഇഷ്ടപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് വിളിക്കണം. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ കോൾ എടുത്തില്ല എങ്കിൽ ഞങ്ങളുടെ നമ്പറുകളിലേക്ക് വാട്സ്ആപ്പ് നമ്പർ തന്നെയാണ് രണ്ടും, അതിനകത്തേക്ക് ഹായ് ആൻഡ് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തിട്ടാൽ ഞങ്ങൾ തിരിച്ചു വിളിച്ചോളാം. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ വീടുകൾ സെയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും വൈകണ്ട. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.